അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ട സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? യെസ്, ദുബായ് മാക്സിസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പും പല വട്ടം ഞാൻ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് കണ്ടിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇത് എൻ്റെ ബ്രാൻഡാണോ, എൻ്റെ കളക്ഷൻസ് ആണോ, അല്ലെങ്കിൽ ഞാൻ സെയിൽ ചെയ്യുന്നതാണെന്നോ. ഇത് ഞാൻ സെയിൽ ചെയ്യണതല്ല, ഇത് കുറ്റിച്ചിറയുള്ള ഒരു ടീമിൻ്റെയാണ്. അപ്പോൾ അവരെ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടമായിട്ട് ഇത് വേണ്ടവർ അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ലേഡീസിന് മാത്രമുള്ള വീഡിയോ അല്ല കേട്ടോ, നിങ്ങൾക്ക് ജെൻസിനാണെങ്കിലും നിങ്ങളെ ഉമ്മമാർക്കോ പെങ്ങന്മാർക്കോ വൈഫിനോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല കിടിലൻ അടിപൊളി 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 പ്രിൻസിൽ വരുന്ന കളക്ഷൻസാണ്. ഞാൻ 1 by 1 ആയിട്ട് കാണിക്കാം. ഫസ്റ്റ് തന്നെ ഞാനിട്ട ഈ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ XXL ആണ് കേട്ടോ സൈസ്. വന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇത് വന്നിട്ട് XXL ആണ് സൈസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസസും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് XXL സൈസ് വേണം എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ചൂസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മീഡിയം ടു XXL വരെ സൈസസ് അവൈലബിൾ ആണ്. അടിപൊളി മെറ്റീരിയലാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. ഇവിടെ ഫ്രണ്ടിൽ വരുന്ന ബട്ടൺസൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബട്ടൺസാണ് കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബട്ടൺസ് തന്നെയാണ് എല്ലായിടത്തും വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഫുൾ സ്ലീവാണ് വരുന്നത്. ഫുൾ സ്ലീവും 3/4 സ്ലീവും പിന്നെ ഹാഫ് സ്ലീവിലും വരുന്നുണ്ട്. 3/4 സ്ലീവിൽ കളക്ഷൻസ് കുറവാണെങ്കിലും ഫുൾ സ്ലീവിലും ഹാഫ് സ്ലീവിലും പ്ലെയിൻ ഓഫ് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് എൻഡിൽ എലാസ്റ്റിക് ആണ് വരുന്നത്. പിന്നെ ഇങ്ങനെ നെക്ക് വന്നിട്ട് നോർമൽ റൗണ്ട് നെക്കാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്. ആ ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. പിന്നെ അത്യാവശ്യം നല്ല വിഡ്ത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് സൈസ് ചൂസ് ചെയ്യുമ്പോൾ ഒരു സൈസ് കൂട്ടി ചൂസ് ചെയ്യാവും ബെറ്റർ. കാരണം ഒന്ന് വാഷ് ചെയ്യാൻ ചിലപ്പോൾ ഒന്ന് ഷ്രിങ്ക് വല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈസ് കൂട്ടിയിട്ട് സൈസ് ചൂസ് ചെയ്താൽ മതി. അടിപൊളിയാണ്. ഇതിൻ്റെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ നേവി ബ്ലൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വൺ നോക്കാം ചേടാ. അപ്പോൾ ഇതാ പുതിയ മാക്സിയാണ്. ഇപ്പം നേരത്തെ മാക്സി കണ്ട ഒരു മാക്സി ടൈപ്പൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു മാക്സി ഉണ്ടല്ലോ, ഇത് കണ്ടാൽ ശരിക്കും ഞാനൊരു ടോപ്പ് ഇട്ട ഫീലാണ് കേട്ടോ കിട്ടാം. കണ്ടോ കേട്ടോ. അത്യാവശ്യം സ്ലീവൊക്കെ കിട്ടുന്നുണ്ട്. ഒരു 3/4 സ്ലീവൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാവർക്കും മാക്സി ഇടുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് വരിക, മാക്സി ഇട്ടാൽ കുറച്ച് ഏജ് ആയ പോലത്തെ ഒന്നും അങ്ങനെ ഒന്നൊക്കെ കേൾക്കണം. പക്ഷേ ഇവരെ ഈ മാക്സീസ് ഉണ്ടല്ലോ, ഇവരുടെ കയ്യിലുള്ള കളക്ഷൻസ് ഉണ്ടോ, എല്ലാവരും ഒരു മാക്സി ഫാനാവും. അത്രയും സൂപ്പർ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ മാക്സീസാണ് ഇവരുടെ കയ്യിലുള്ളത്. നല്ല ഭംഗിയില്ലേ കളറൊക്കെ. ഇതൊക്കെ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഷോളും കൂടിയും കൊടുത്താൽ അടിപൊളിയാവും. അപ്പോൾ ലേഡീസ് മാത്രമല്ല, ഇത് കാണുന്ന ജെൻസും അവരെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ മാക്സി ഒരെണ്ണെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഈ മാക്സി. സത്യം പറഞ്ഞാൽ ഞാൻ ഇവരെ മാക്സി എടുക്കാൻ തുടങ്ങിയത് മുതൽ ഇപ്പം ഞാനൊരു മാക്സി ഫാനാണ്. എനിക്ക് ഇവരെ കുറേ ടൈപ്പ് ഓഫ് കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഞാൻ കുറേ ടൈപ്പ് വാങ്ങിക്കാറുമുണ്ട്, അതന്നെ വെയർ ചെയ്യാറുമുണ്ട്. അപ്പോൾ അതിൽ പെട്ടൊരു ടൈപ്പാണ് ഇതൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ഒരു സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാക്സി ഉണ്ട്. ഇതൊരു നോർമൽ ടൈപ്പ് ഓഫ് മാക്സിയാണ്. ഇതിൻ്റെ ഇങ്ങനെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ സെൻട്രലായിട്ട് ഈ ഒരു വൈറ്റ് കുഞ്ഞ് ലൈസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. സ്ലീവെൻറ്റിൽ ആ ഒരു ലൈസ് ഡീറ്റെയിലിംഗും പിന്നെ നെക്സ്റ്റ് സൈഡിലും ആ ഒരു ലൈസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ബാക്കി നോർമൽ ടൈപ്പ് ഓഫ് മാക്സിയാണിത്. അപ്പോൾ ഇങ്ങനെ ചെറുപ്പം മുട്ടൊക്കെയുള്ള മാക്സികൾ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു, പിന്നെ നമുക്ക് എല്ലാം അങ്ങനത്തെ ടൈപ്പ് മാക്സി വേണ്ടാന്ന് ഇതൊക്കെ ട്രൈ ആക്കാൻ പറ്റി അടിപൊളി ടൈപ്പ് ഓഫ് മാക്സി ആണത്. അപ്പോൾ ഇവരുടെ കയ്യിൽ ലൈറ്റ് ഷെയ്ഡ് മാത്രമല്ല കേട്ടോ, ഡാർക്ക് ഷെയ്ഡും എല്ലാ ഷെയ്ഡ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ചെണ്ണം ചൂസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ടേസ്റ്റ് പോലെ ആയിരിക്കണമെന്നില്ലല്ലോ നിങ്ങളുടെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആൻഡ് ഏത് കളർ കോമ്പിനേഷനിലൊക്കെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അവരുടെ പേജിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ, അല്ലെങ്കിൽ അവരോട് വാട്സപ്പിൽ DM ചെയ്താൽ തന്നെ അവരുടെ കളക്ഷൻസൊക്കെ സൈസ് പറഞ്ഞിട്ട് അവർ കളക്ഷൻസൊക്കെ സെൻഡ് ചെയ്ത് തരും. അത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനും ഭയങ്കര സിമ്പിളാവും. DTDC അവർ സെൻഡ് ചെയ്ത് തരും.
പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ നമുക്കത് ഡെലിവേർഡ് ആവും ചെയ്യും കേട്ടോ. അപ്പോൾ അധികം ടൈമൊന്നും എടുക്കില്ല. ഇതൊരു വൈറ്റ് കളറിലൊക്കെ വരുന്നതാണ്. കുറച്ച് ഏജ്ഡ് ആയവർക്കൊക്കെ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ നോക്കുന്നവർക്കൊക്കെ ഒരു അടിപൊളി ഓപ്ഷനാണ്. പിന്നെ എപ്പോഴും നമുക്ക് ഭയങ്കര ഡാർക്ക് കളേഴ്സ് ഒന്ന് മാറിയിട്ട് ഒരു ലൈറ്റ് കളർ വേണം എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ടൈപ്പ് ഫംഗ്ഷനൊക്കെ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ വീട്ടിൽ വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡ്സ് ഇടണം നമുക്ക് എല്ലാവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ് ഈ ഒരു മാക്സി കേട്ടോ. അതാ ഇതിൻ്റെ മീഡിയം ടു XXL വരെ സൈസസ് അവൈലബിൾ ആണ്. ഞാനിവിടെ XL ആണ് സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നോർമലി വരെ വരുന്ന എടുക്കുമ്പോൾ മീഡിയം ആണ്. എനിക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഞാൻ മീഡിയം എടുക്കാറുള്ളത്. ഞാൻ ഈ ഒരു മാക്സി ഇപ്പം എടുത്തിട്ടുള്ളത് XL ആണ്. അപ്പോൾ ഞാൻ മീഡിയം എടുക്കുന്നത് ചിലപ്പോൾ ഞാൻ ലാർജ് ആക്കി എടുക്കും. XL ഒന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഒരു സൈസ് മാത്രം കൂട്ടി ചൂസ് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് നെക്സ്റ്റ് ടൈപ്പ്. ഇത് കണ്ടാൽ തന്നെ അറിയാലേ ഒരു മാക്സി ടൈപ്പ് അല്ല, ഒരു ടോപ്പ് ടൈപ്പിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് മാക്സിയാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ നോർമലി നമുക്ക് വീട്ടിൽ കുറച്ച് ഏജ് കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് വിയർ ചെയ്യാൻ സൂപ്പർ കംഫർട്ടബിളായിട്ട് വിയർ ചെയ്യാൻ പറ്റിയ ഒരു മാക്സി തന്നെയാണ്. കാരണം നമുക്ക് ടോപ്പും പാൻറ്റും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇടുമ്പോൾ ഒരു എപ്പോഴും നമ്മൾ വീട്ടിൽ പോയി ഒന്ന് റിലാക്സ്ഡ് ആകുമ്പോൾ ചിലപ്പോൾ ഉമ്മാൻ്റെ മാക്സിമം അങ്ങനെയൊക്കെ എടുത്തിടുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ പകരം നല്ല സ്റ്റൈലിഷ്, അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ ഓടാൻ നിൽക്കണം, ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സൂപ്പർ കംഫർട്ടബിളായിട്ട് വിയർ ചെയ്യാൻ പറ്റിയ മാക്സിയാണ്. എന്നാൽ അത്യാവശ്യം സ്റ്റൈലിഷാണ്. എന്നാൽ മാക്സിയാണ് നമുക്ക് കംഫർട്ടബിളായിട്ട് വിയർ ചെയ്യാനും പറ്റും. അപ്പോൾ കണ്ടോ, ഇത് കണ്ടൊരു ടോപ്പാണെന്നാണ് തോന്നുക. ഭയങ്കര അടിപൊളി കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. എനിക്കൊരു പിങ്ക് ഷോള് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷോളൊക്കെ പെയർ ചെയ്താൽ സെറ്റാവും കേട്ടോ. അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 3/4 സ്ലീവ് വരുന്നുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ ഇതാ ഒരു നെറ്റിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഫ്രില്ലൊക്കെ ഉണ്ട്. ഇവിടെയും കുഞ്ഞ് ഫ്രില്ലുണ്ട്. പിന്നെ ത്രൂ ഔട്ട് ഈ ഒരു നെക്കിൽ ഈ ഒരു സെയിം നെറ്റിൻ്റെ പീസ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ വേറൊരു കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. പിന്നെ ഇതാ ഇവിടെയും അതുപോലെ സ്ലീവിൻ്റെ 2 സൈഡിലും ഒരുപോലെ തന്നെ അങ്ങനെ തന്നെയാണല്ലോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഗ്രേ പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു മാക്സി വന്നിട്ടുള്ളത്. സൂപ്പർ കംഫർട്ടബിൾ ആൻഡ് ഭയങ്കര സ്റ്റൈലിഷായി വിയർ ചെയ്യാൻ പറ്റിയൊരു മാക്സിയാണ്. അപ്പോൾ ഇങ്ങനത്തെ മാക്സി നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അപ്പോൾ അടിപൊളി ഒരു ഓപ്ഷൻ ആവും കേട്ടോ അത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ സൈസ് ചൂസ് ചെയ്തിട്ടുള്ള മീഡിയം ആണ്. മീഡിയം തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ലൂസിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മീഡിയം ചൂസ് ചെയ്താലും നമുക്ക് ഇനി ഒന്ന് ചുരുങ്ങിയാലും അത്യാവശ്യം സൈസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്നേക്കാൾ തടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലാർജ് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ചൂസ് ചെയ്തിട്ടുള്ളത് മീഡിയം ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാക്സിയാണിത്. ദിസ് ഈസ് ദ നെക്സ്റ്റ് വൺ. അടിപൊളി മാക്സിയാണ് കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നോർമൽ ടൈപ്പ് ഓഫ് മാക്സി ആണ് കേട്ടോ ഇത് വരുന്നത്. ഇത് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിലും പിന്നെ ത്രൂ ഔട്ട് ദ ലെങ്ത് പോർഷനിൽ സെൻട്രലായിട്ട് മാക്സിൻ്റെ സെൻട്രലായിട്ടും ഇതിൻ്റെ ഒരു കുഞ്ഞ് ലൈറ്റ് ഡീറ്റെയിലിങ് വരുന്നുണ്ട്. നെക്കിലും വരുന്നുണ്ട്. നോർമൽ ടൈപ്പ് ഓഫ് മാക്സിയാണ്. അപ്പോൾ ഇതൊക്കെ ലൈറ്റ് ഷെയ്ഡ്സ് ആണല്ലോ, അത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരോട്. അത് മാത്രമല്ല ഡാർക്ക് ഷെയ്ഡ്സും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രിൻസാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മാക്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്നത് ഒരു ഫ്ലവറാണ്, റോസ് ഫ്ലവറാണ് തോന്നുന്നത്. അതിൻ്റെ കുറച്ച് പെറ്റൽസും ലീവ്സും വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ വരുന്നത്. അടിപൊളി കളർ കോമ്പിനേഷൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ലൈറ്റ് ആണെങ്കിലും നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. ഈ ഒരു കളർ, ഈ ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ഈ ഒരു ബ്രൗൺ, ഇതാ ഈ ഒരു കളർ, ഇത് എന്ത് കളറാണെന്ന് എനിക്കറിയില്ല. ആ ഒരു കളർ ഷോളൊക്കെ പെയർ ചെയ്താൽ അടിപൊളിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. നോർമൽ ടൈപ്പ് ഓഫ് മാക്സിയാണ്. പിന്നെ ചെറുകുള്ളതും ഇതൊന്നും അല്ല, നോർമൽ ടൈപ്പ് ഓഫ് മാക്സി എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് മാക്സി തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത് XL ആണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നോർമലി മീഡിയം അല്ലെങ്കിൽ ഒരു സൈസ് കൂട്ടിയെടുത്താൽ ലാർജ് മതി. ഞാനിത് എനിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തതല്ല, അതുകൊണ്ട് ഞാൻ XL ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നേരത്തെ കാണിച്ച മാക്സി ആണോ എന്ന് ആരും ചോദിക്കേണ്ടത്. ഇത് നേരത്തെ കാണിച്ച മാക്സി അല്ല കേട്ടോ. ഇത് ആ ഒരു സെയിം കളർ കോമ്പിനേഷനിലാണ് വരുന്നത്, പക്ഷേ ആ മാക്സി അല്ല. അതിന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. വൈറ്റും ആ ഒരു കളറും വരുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഡിസൈന് മീൻസ് മാക്സി ടൈപ്പ് സെയിം ആണ്. ഇങ്ങനെ സ്ലീവ് എൻഡിലും പിന്നെ ത്രൂ ഔട്ട് ദ ലെങ്ത്ത് മാക്സിൻ്റെ സെൻട്രലായിട്ടും ഈ ഒരു ലൈസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. നോർമൽ ടൈപ്പ് ഓഫ് മാക്സി ആണ്. ബട്ട് ഇത് അതല്ല, ഇത് ഡിഫറെൻ്റ് ആണ്. ഇതിന്മേൽ വേറൊരു ഓറഞ്ച് കളറിലൊരു പ്രിൻ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതും അതുപോലെ സൂപ്പർ കംഫർട്ടബിളായിട്ട് എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റിയ, ഒരു ഏജ് റെസ്ട്രിക്ഷനും ഇല്ലാതെ. ഇടയ്ക്കിടയ്ക്കിൻ്റെ നാവ് വഴങ്ങണില്ല ഗൈസ്, എന്താണെന്ന് അറിയുന്നില്ല.
അപ്പോൾ ഏജ് റെസ്ട്രിക്ഷനും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മാക്സിയാണ്. അപ്പോൾ നോർമൽ ടൈപ്പ് ഓഫ് മാക്സിയാണ്, അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ ഈ ലൈറ്റ് ഷെയ്ഡിൽ വരുമ്പോൾ ഇതിന് ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. ഇതൊക്കെ ഈ ഒരു കളറൊക്കെ ഷോള് പെയർ ചെയ്താൽ അടിപൊളിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ലൈറ്റ് കളേഴ്സ് ഇട്ടാൽ നമുക്ക് കംഫർട്ടബിൾ ആവുമോ അല്ലെങ്കിൽ നമുക്ക് ചേരുമെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ചേരും, നമുക്ക് അങ്ങനെ തോന്നുകയാണ്. ഇതാവും ഒന്നും കൂടി ഒരു അടിപൊളി ലുക്ക്. എനിക്കറിയില്ല, എനിക്ക് ഒന്നും കൂടി ഡാർക്ക്, എനിക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഡാർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ലൈറ്റ് ഷെയ്ഡ്സ്. ഇവരെ കളക്ഷൻസ് കണ്ട് നമ്മൾ ലൈറ്റ് ഷെയ്ഡൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. അത്രയും എന്താ പറയുക, കളർ കോമ്പിനേഷൻസ് അടിപൊളിയാണ്, പ്രിൻ്റ് കൊടുക്കുന്ന കോമ്പിനേഷൻ അടിപൊളിയാണ്. അതുകൊണ്ട് നമുക്ക് അത് ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെ എടുത്ത മാക്സാണ് ഞാൻ ഇതൊക്കെ. പിന്നെ എനിക്ക് വേണ്ടി എടുത്തല്ല, ഇത് ഞാൻ വേറെ ആൾക്ക് വേണ്ടി എടുത്തത്. അപ്പോൾ ഓര് ചൂസ് ചെയ്തതാണ്, അടിപൊളിയാണ്. അപ്പം ഞാൻ ഇതും ഞാൻ സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത് XL ആണ്. അപ്പോൾ നെക്സ്റ്റ് ടൈപ്പാണ്. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഒരു പേർപ്പിൾ കളർ, ഒരു ബ്രൗൺ ഷെയ്ഡ് ഒക്കെ വരുന്നൊരു കോമ്പിനേഷനിൽ ഒരു റോസ് ഫ്ലവറിൽ കുറച്ച് പെറ്റൽസും അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്നത് നോർമൽ ടൈപ്പ് ഓഫ് മാക്സിയാണ്. ഇതാ ത്രൂ ഔട്ട് ഈ ഒരു മാക്സിൻ്റെ സെൻട്രലായിട്ട് ഒരു ലൈസ് ഡീറ്റെയിലിംഗ്, നെക്കിലൊരു ലൈസ് ഡീറ്റെയിലിംഗ്, സ്ലീവിലൊരു ലൈസ് ഡീറ്റെയിലിംഗ്, ഇങ്ങനെയൊക്കെ വരുന്ന നോർമൽ ടൈപ്പ് ഓഫ് മാക്സിയാണ്. ഇതായതൊന്നും ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഞാൻ ഇതും സൈസ് ചൂസ് ചെയ്തിട്ടുള്ളത് XL ആണ്. അപ്പോൾ നമുക്ക് സൈസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ സൈസ് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറെ കാര്യം പറഞ്ഞത്. ഞാൻ രണ്ടാമത്തെ വീഡിയോ മാക്സിൻ്റെ ഇട്ട സമയത്ത് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ പറയുന്നത് പോലെ അത്ര അടിപൊളിയൊന്നുമല്ല, നിങ്ങൾ വെറുതെ നുണ പറഞ്ഞിട്ട് ആൾക്കാരെ ഇതാക്കുന്നത്. ഞാൻ നുണ പറഞ്ഞിട്ട് ആക്കുമെന്നല്ല, ഞാൻ സത്യത്തിൽ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ റിപ്ലൈസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക കമൻസിൽ. വേറെ ആരെങ്കിലും ആ കമൻറ്റ് കണ്ടുക്കണമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും മെൻ്റലി ഭയങ്കര ഹേർട്ടായ ഒരു സംഭവമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ നുണ പറഞ്ഞിട്ട് ആൾക്കാരെ ഇതാക്കണം, അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ, ഈ മാക്സ് അത്ര നല്ല കൊള്ളൂല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ജെനുവിൻ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ വാങ്ങിക്കേണ്ടത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് വന്നിട്ട് ഞാനിത് മോശമാണെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ ഞാനിത് സമ്മതിച്ച് അങ്ങോട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ശരിയാവുന്നു? എനിക്കങ്ങനെ എന്തായാലും പറ്റില്ല. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ എന്നോട് പറയാണ് ഇത് മോശമാണ്, അത് നിങ്ങൾ ഓക്കെ പറയണം. പക്ഷേ എനിക്ക് ഞാൻ ഇങ്ങനെ പറയുക, കാരണം ഇത് യൂസ് ചെയ്തിട്ട് ഇത് മോശമല്ല, പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ പറയണം? അങ്ങനെ കുറേ റിപ്ലൈസ് വന്നു. ലാസ്റ്റ് എനിക്കത് ഭയങ്കര എന്താ പറയുക, എൻ്റെ മൈൻഡിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യണ പോലത്തെ മെസ്സേജസൊക്കെ വന്നു. ഞാൻ അങ്ങനെ വീഡിയോ ആണ്, ഇങ്ങനെ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് തലൻ്റെ ബാക്കിലൊക്കെ വേദനയ്ക്ക് തുടങ്ങും. അത്രയും ഇങ്ങനെ ഭയങ്കര നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യണ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് മെസ്സേജസ് ആയിരുന്നു. അങ്ങനെ എന്തിനാണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കമൻറ്റ് ബോക്സാണ് എല്ലാവർക്കും വന്ന് കമൻറ്റ് ചെയ്യുക, ബട്ട് അത് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പേഴ്സണലി അറിയാത്ത ഒരാൾ, ഇപ്പോൾ ഞാൻ പോയിട്ട് എനിക്കൊരു പരിചയമില്ലാത്ത ഒരാളെ പോയിട്ട് ഇങ്ങനെ ഹേർട്ട് ചെയ്യുമ്പോൾ എന്ത് സുഖമാണ് അതിന് കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ ഷെയർ ചെയ്തെന്ന് മാത്രം. ലാസ്റ്റ് ഒരു ടൈപ്പ് മാക്സിയും കൂടി ഉണ്ട്, അതും കൂടി കാണിക്കാം കേട്ടോ. ഫൈനലി ലാസ്റ്റ് മാക്സി ഇതാ ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. ഒരു ഗ്രേ ടച്ചിലൊക്കെയാണ് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ചെയ്ത എല്ലാത്തിനും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ബാക്കിയൊക്കെ ഒരു വൈറ്റ് ആ ഒരു ടച്ചിൽ വരുന്നതായിരുന്നു. അപ്പോൾ അത് അടിപൊളി മാക്സിന് നോർമൽ ടൈപ്പ് ത്രൂ ഔട്ട് ബോഡിയിൽ സെൻട്രലായിട്ട് ഈ ഒരു ലൈസ് ഡീറ്റെയിലിങ്ങും, കൈമൽ ഈ ഒരു ലൈസ് ഡീറ്റെയിലിങ്ങും, നെക്കിൽ ഈ ഒരു ലൈസ് ഡീറ്റെയിലിങ്ങും വരുന്ന ഒരു ടൈപ്പ്. ഇതിൽ ഒരു ഫ്ലവറും പെറ്റൽസും ലീവ്സൊക്കെ ആയിട്ടുള്ള ഒരു പ്രിൻ്റിനാണ് ഇതിലും വരുന്നത്. അപ്പോൾ ഇതും എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മാക്സാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഈ ഒരു വീഡിയോയിൽ അവരെ നമ്പർ ആഡ് ചെയ്യുക, പിന്നെ ബാക്കിയുള്ള അവരെ ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമായിട്ടൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വാങ്ങാത്തവരൊന്ന് വാങ്ങി നോക്കുക. അപ്പോൾ എന്തായാലും ഒരു വട്ടം വാങ്ങിയാൽ നിങ്ങൾക്ക് അത് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്രയും സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് എല്ലാതും വരുന്നത്. പിന്നെ എല്ലാ ടൈപ്പ് ഓഫ് മാക്സിൻ്റെ നോർമൽ ഒരു ടൈപ്പ് മാത്രമല്ല, കുറേ ഡിസൈൻസും മോഡൽസും ഒക്കെ അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഷെയ്ഡ്സൊക്കെ കുറേ എണ്ണം അവൈലബിൾ ആണ്. പിന്നെ മീഡിയം ടു XXL വരെ സൈസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സൈസ് ഏതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു സൈസ് കൂട്ടിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ചിലപ്പം ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ബാക്കിയൊന്നും ഒരു പ്രശ്നമില്ല, അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലാണ് എടുത്ത് പറയില്ല, അടിപൊളി മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓലുമുടിത്തോട്ടെ നല്ല അടിപൊളി മാക്സ് കിട്ടും നടക്കട്ടെ പോലും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും. ചിലപ്പോൾ വീഡിയോ ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ടാക്കരുത്, അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ മുമ്പാക്കരം. എന്തായാലും എല്ലാവർക്കും ഇടുക. ഈദ് മുബാറക്.